വെൽക്കം ബാക്ക് ടു ലേണിനോ. ISROയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തതായിരുന്നു. അപ്പോൾ അതിനകത്ത് ടെക്നീഷ്യൻ ബി പോസ്റ്റിൽ നമുക്ക് ഇലക്ട്രോണിക് മെക്കാനിക് 63 വേക്കൻസീസ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ എക്സ്പെക്റ്റഡ് സിലബസ് എന്താണ്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ ബി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ITI കഴിഞ്ഞവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സോ 63 വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. സോ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അത് നമ്മളുടെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും, കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നമുക്കൊന്ന് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ബേസിക് ഇലക്ട്രിക്കൽ ടേംസ്, അതേപോലെ തന്നെ AC ഫണ്ടമെന്റൽസ്, AC DC, അതേപോലെ തന്നെ കേബിൾസ്, വയേഴ്സ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഈ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കലിൽ നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത് വരുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ചും ബാറ്ററീസിനെ കുറിച്ചും ഗ്രൂപ്പിംഗ് ഓഫ് സെൽസിനെ കുറിച്ചും ഒക്കെ അവിടെ പഠിക്കണം. പിന്നെ AC ആൻഡ് DC മെഷർമെന്റ്. AC ആൻഡ് DC മെഷർമെന്റ് അതിൽ ബേസിക് ആയിട്ട് മെഷർമെന്റ്സിന്റെ ടേംസ് എല്ലാം നോക്കണം. അതേപോലെ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും അതിന്റെ വർക്കിങ്ങും ചെറിയ രീതിയിൽ മനസ്സിലാക്കി വെക്കണം. പിന്നെ സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ PCBയുടെ ബേസിക്സും ഒക്കെ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് പറയുമ്പോൾ അവിടെ നമ്മൾ ഓരോ കമ്പോണൻസിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒപ്പം തന്നെ നമ്മൾ KVL, KCL, ട്രാൻസ്ഫോമേഴ്സ്, അതേപോലെ തന്നെ ഇപ്പൊ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അതിൽ RL, RLC സർക്യൂട്ട്സ് അതെല്ലാം ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് വരുന്ന ടോപ്പിക്കിൽ പഠിക്കണം. പിന്നെ പവർ സപ്ലൈ സർക്യൂട്ട്സ്. പവർ സപ്ലൈ സർക്യൂട്ട്സ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് പവർ സപ്ലൈ സർക്യൂട്ടിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റെക്ടിഫയർ, ഫിൽട്ടർ, അതേപോലെ തന്നെ സെറൻ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള റെഗുലേറ്റേഴ്സ് അതൊക്കെ വരുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്. ഇതിനകത്ത് നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ ബേസിക്സും പിന്നെ അതേപോലെ തന്നെ MS Word, MS Excel, പിന്നെ നെറ്റ്വർക്കിംഗ് ടോപ്പിക്സും ആണ് കവർ ചെയ്യേണ്ടത്. പിന്നെ IC റെഗുലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം. പിന്നെ ട്രാൻസിസ്റ്ററുടെ ബേസിക് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ്, ട്രാൻസിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻസ്, ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ അതെല്ലാം. പിന്നെ അതേപോലെ തന്നെ ആംപ്ലിഫയർ, ഇപ്പൊ അനലോഗ് ഇലക്ട്രോണിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ് ആംപ്ലിഫയർ, ഓസിലേറ്റർ, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. അത്രയാണ് ആ ഒരു പാർട്ടിൽ പഠിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ ഇലക്ട്രോണിക് കമ്പോണൻസ്. പവർ ഇലക്ട്രോണിക് കമ്പോണൻസ് പറയുമ്പോൾ നമുക്ക് SCR, IGBT, UJT അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട്, പവർ മോസ്ഫെറ്റ് അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് വരും. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പൊ നമ്പർ സിസ്റ്റം, അതേപോലെ തന്നെ ലോജിക് ഗേറ്റ്സ്, കോഡ് കൺവേർഷൻ, പിന്നെ അതേപോലെ തന്നെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, ആഡർ, മക്സ്, ഡീകോഡർ, ആ ടോപ്പിക്സ് എല്ലാം, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ലാച്ച്, അതേപോലെ ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടർ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ SMT, PCB, പ്രൊട്ടക്ഷൻ ഡിവൈസസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സിലാണെങ്കിൽ, കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് വരുന്നത്. അതിലിപ്പോൾ നമുക്ക് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ, അതേപോലെ തന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷന്റെയും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരുന്നത്. AM, FM, PM, അതേപോലെ തന്നെ ASK, FSK, PSK, PAM, PWM, PPM അതെല്ലാം അതിനകത്ത് വരും. പിന്നെ നെക്സ്റ്റ് മൈക്രോ കൺട്രോളർ ആണ്. 8051 മൈക്രോ കൺട്രോളർ നമുക്ക് പഠിക്കണം. Then next one നമുക്ക് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് അതെല്ലാം നോക്കണം. ദെൻ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് SMPS ആൻഡ് ഇൻവെർട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. UPS, സോളാർ പവർ, പിന്നെ അത് കൂടാതെ LED ബൾബും, അതേപോലെ തന്നെ LED, LCD, TV, സെൽഫോൺ അങ്ങനെ തുടങ്ങിയ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പൊ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് അതിന്റെ തിയറി പഠിക്കുക, ഒപ്പം തന്നെ MCQസും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ കോഴ്സ്, നമ്മളൊരു ക്രാഷ് കോഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിൽ ആ ഒരു കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ലെക്ചേഴ്സും MCQസും എല്ലാം അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. താങ്ക് യു.